അല്ല കൊച്ചേ, നിന്റെ അമ്മയും അനിയത്തിയല്ലേ ഇന്ന് വരുന്നത്? ഏ അമ്മയും അനിയത്തിയും വരുമ്പോ സന്തോഷിക്കുകയല്ലേ വേണ്ടത്? എനിക്ക് സന്തോഷമൊക്കെ ഉണ്ട്. സന്തോഷം വരുമ്പോ നീ ഇങ്ങനെ മുഖം ഇങ്ങനെ ഊർപ്പിച്ചാണോ നിക്കാറ്, മത്തങ്ങ പോലെ? നമ്മുടെ നാട്ടിലൊക്കെ സന്തോഷം വരുമ്പോ എല്ലാരും ചിരിച്ച മുഖത്തോടെ ഇരിക്കാറ്. ഇങ്ങനെ അമ്മേ. ഓ, കാര്യം അവളെന്റെ അനിയത്തിയാണെങ്കിലും അവളുടെ വിചാരം അവളെന്റെ ചേച്ചിയാന്നാ. ഓ, എന്നെ മര്യാദ പഠിപ്പിക്കലാണ് അവളുടെ എപ്പത്തെയും പരിപാടി. അവൾക്ക് ഭയങ്കര ബുദ്ധിയാ അമ്മേ. ഓ, പരീക്ഷയ്ക്കൊക്കെ കിട്ടുന്ന മാർക്ക് കാണണം, കൊട്ടക്കണക്കിന് മാർക്കാ. ഭയങ്കര തലയാ. അത് പിന്നെ അങ്ങനെയാ. ഒരു വീട്ടിൽ ഒന്നേ ഉണ്ടാവുള്ളൂ ഇച്ചിരി ബുദ്ധി കുറഞ്ഞതും പൊട്ടത്തരം ഉള്ളതും ഒക്കെ. അത് കൂടുതലും മൂത്ത പിള്ളേരും ആയിരിക്കുവേ. പിന്നെ ആടി, കേട്ടിട്ടില്ലേ കടിഞ്ഞൽ പൊട്ടി കടിഞ്ഞൽ പൊട്ടൻ എന്നൊക്കെ? ദൈവമേ, പാവം. എടാ മോനെ, നിനക്കിന്ന് ലീവ് എടുക്കാൻ പറ്റിയല്ല അല്ലേ? ഇല്ല അമ്മേ. ആ, ശ്രീതുമോളുടെ അമ്മ അനിയത്തിയും വരുന്നതല്ലേ, നീ ലീവ് എടുക്കുവായിരുന്നെങ്കിൽ നല്ലതായിരുന്നു. ഞാൻ ചോദിച്ചതാ, ലീവ് കിട്ടിയല്ല. ആ, എന്നാ പിന്നെ നീ സാധനങ്ങളൊക്കെ ഒരു കാര്യം ചെയ്യും, ഓട്ടോറിക്ഷയ്ക്ക് ഇങ്ങോട്ട് കൊടുത്തു വിട്. നമുക്ക് എന്തെങ്കിലും കഴിക്കാനുണ്ടാക്കണ്ടേടാ. ആ ലിസ്റ്റ് വാട്സാപ്പിൽ ഇട്ടോ, ഞാൻ വണ്ടിക്ക് അയച്ചേക്കാം. അന്നേരം മോൾ ഇന്ന് ലീവ് എടുത്തോ? ആ, ഇന്ന് ഞാൻ ലീവ് ആക്കി ആന്റി. അമ്മയ്ക്ക് മകളെ കെട്ടിച്ചു വിട്ട് കഴിഞ്ഞിട്ട് അവിടെ ഇരിക്കപ്പുറതിയില്ല. പോണം പോണം ഇങ്ങോട്ട് വരണം എന്ന് പറഞ്ഞിട്ട് ഒരേ നിർബന്ധം. അപ്പൊ ഞാൻ വിചാരിച്ചു ഞാനും കൂടി വന്നേക്കാന്ന് വിചാരിച്ചു. ആ ആ. അല്ല, ചേച്ചി എന്തേ കണ്ടില്ലല്ലോ? ഇപ്പൊ വരും മോളെ, 2 വീട് അപ്പുറത്താ പോയത്. ഇപ്പൊ തന്നെ പെട്ടെന്ന് തന്നെ വരും. അല്ല ചേച്ചി, അവളെങ്ങനെയാ നോക്കിയും കണ്ടും വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടോ? കാര്യം 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് പിന്നെ അവള് വീട്ടിൽ നിന്നിട്ടില്ലേ, ഹോസ്റ്റലിൽ നിന്നിട്ടാ പഠിക്കുകയൊക്കെ ചെയ്തിട്ടുള്ളത്. പിന്നെ വല്ലപ്പോഴും ലീവിന് വരുമ്പം പിന്നെ ഞാൻ അവളെ കൊണ്ട് അങ്ങനെ വീട്ടിലെ പണികളൊന്നും ചെയ്യിക്കാറുമില്ല. അപ്പം അങ്ങനെ കുടുംബത്തിൽ നിൽക്കാത്തതിൻ്റെ കുറവുകളൊക്കെ ഉണ്ടാകുമായിരിക്കും. അയ്യോ, ഒരു കുഴപ്പമില്ല. ഇതെന്നെ പഠിച്ച് പാസ്സായിട്ട് പോകാൻ വേണ്ടിയിട്ട് പരീക്ഷ എഴുതാൻ വന്നതാണോ? കെട്ടിച്ചിങ്ങോട്ട് വന്നതല്ലേ. അതൊക്കെ പയ്യെ പഠിച്ചോളും. ഒരു കുഴപ്പമില്ല, പാവം കൊച്ച. പിന്നെ ഞാൻ ഓർക്കുമായിരുന്നു മോളെ ഡ്രൈവിംഗ് പഠിപ്പിക്കാൻ വിട്ടാലോ എന്ന്. അയ്യോ, എന്താ? അയ്യോ, അതൊന്നുമില്ല ആന്റി. ചേച്ചി ഡ്രൈവിംഗ് പഠിക്കാൻ പോയായിരുന്നോ? ഏറെക്കുറെ പഠിച്ചു കഴിഞ്ഞതാ. അതെയോ? എന്നിട്ട് അവളൊന്നും പറഞ്ഞില്ലല്ലോ. എന്നിട്ട് ലൈസൻസ് എടുത്തില്ലേ? ലൈസൻസ് ഒന്നും എടുത്തില്ല. അതിന് ചെറിയൊരു പേടി തെറ്റിപ്പോയതാ. ടൗണിൽ പോയതാ അച്ഛന്റെ കൂട്ടത്തില്. അവളായിരുന്നു വണ്ടി ഓടിച്ചത്. പിന്നെ ടൗണിലെത്തി ആള് ബഹളം എല്ലാം കൂടെ കണ്ടപ്പോ ഇവക്ക് ഭയങ്കര പേടിയായി. പിന്നെ വണ്ടി എടുക്കാൻ പറ്റുന്നില്ല. പുറകിലാണെങ്കിൽ വണ്ടിയിൽ ആൾക്കാർ വന്നിട്ട് ചീത്തവിളി എന്ന് പറഞ്ഞാൽ ചീത്തവിളി. എല്ലാം കൂടി ആയപ്പോ അവൾക്ക് ആകെ പേടിയായി. എന്നിട്ട് എന്നിട്ടെന്താ, അവള് ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് ഇറങ്ങി പുറകിലത്തെ സീറ്റിൽ പോയിട്ട് ഒറ്റ ഇരുത്തം. അവിടുന്ന് പിന്നെ അനങ്ങിയിട്ടില്ല. പിന്നെ അച്ഛൻ വണ്ടി എടുത്ത് ഇങ്ങ് പോന്നു. അത് കഴിഞ്ഞ പിന്നെ കക്ഷിക്ക് പേടി തെറ്റിപ്പോയി. എന്തായാലും ഒന്നും കൂടെ പോട്ടെ, പോയി പഠിച്ചിട്ട് ലൈസൻസ് എടുക്കട്ടെ. എവിടെയെങ്കിലും പോണെങ്കിൽ അവന്റെ കയ്യും കാലും പിടിക്കുകയോ വണ്ടി കാത്തു നിൽക്കുകയോ ഒന്നും വേണ്ടല്ലോ, ലൈസൻസ് എടുത്താലേ. ടെൻഷൻ കൊണ്ടാ, പേടിച്ചു പോയി. അത്ര ആളും ബഹളവും വണ്ടികളും എല്ലാം കൂടെ ഒരുമിച്ച് കണ്ടപ്പോഴേ. അറിയാം, കുറെയൊക്കെ അറിയാം. ഇനി ടെൻഷൻ കൊണ്ടിട്ടാ അവക്ക്. അതുപോലെ ഇവിടെ അവളെ പെണ്ണ് കാണാൻ വന്ന ദിവസം, അയ്യോ എന്തൊരു പേടിയായിരുന്നു. ടെൻഷൻ അടിച്ച് അവിടെ തല ഇറങ്ങി വീടെന്ന് വിചാരിച്ചു പോയി ഞാൻ. 5 തവണയാ ബാത്റൂമിൽ പോയത്. കയ്യും കാലും വരച്ചിട്ട് മുള്ളാൻ വിട്ടുന്നെന്നും പറഞ്ഞിട്ട് 5 തവണ പോയി. പേടിച്ചാലും ഈ 5 തവണയൊക്കെ ഇതിന് മാത്രം എവിടുന്നാണോ ഞാൻ വിചാരിക്കുന്നത്. ഒന്നും മിണ്ടാതിരിക്കടി. ആ, അതെ, ശ്രീതുമോള് വന്നല്ലോ. തയ്ച്ചു കിട്ടിയ മോളെ? ആ, തയ്ച്ചു കിട്ടി. കുറച്ചു നേരം ഇരിക്കേണ്ടി വന്നു, അതാ. കൊറേ നേരം ആയോ വന്നിട്ട്? ഇല്ല മോളെ, ഞങ്ങൾ ഇപ്പൊ ദേ ഇങ്ങോട്ട് വന്നതേ ഉള്ളൂ. എടി ചേച്ചി, നീ വീണ്ടും ഡ്രൈവിംഗ് പഠിക്കാൻ പോവാന്ന് കേട്ടല്ലോ. ആ, അങ്ങനെയല്ല, ചെറുതായിട്ട് പഠിക്കാൻ ഓർത്തു. എന്താ? അല്ല, ഒന്നുമില്ല, സൂക്ഷിക്കണം എന്ന് പറഞ്ഞതാ. മോളെ ധൈര്യമായിട്ട് പോ. ഏതായാലും കുറച്ച് പഠിച്ചതല്ലേ, അപ്പൊ പിന്നെ ഇപ്പൊ പെട്ടെന്ന് പഠിച്ച് ലൈസൻസ് ഒക്കെ എടുക്കാം. പേടിക്കൊന്നും വേണ്ട, പോയിട്ട് ധൈര്യമായിട്ട് പഠിക്കുക കേട്ടോ. എടി, നീ എന്റെ എന്തെങ്കിലും കാര്യം എന്റെ അമ്മായിയമ്മയുടെ അടുത്ത് പറഞ്ഞു കൊടുത്തോ? നീ എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ട്. നിന്റെ ഞാൻ കയറി വന്നപ്പോഴുള്ള മോൻ കണ്ടപ്പോ തന്നെ എനിക്ക് മനസ്സിലായി. പിന്നെ അമ്മയുടെ മുഖത്ത് ചിരി കണ്ടപ്പോഴും നീ എന്താ പറഞ്ഞു കൊടുത്തേ? ഞാൻ മറ്റേ കാര്യം പറഞ്ഞു. നീ പണ്ട് ടൗണില് വണ്ടി നിർത്തിയിട്ടില്ലേ? ഓ, കഷ്ടമുണ്ട് എന്റെ വിദ്യയെ. ഇത് എന്നെ കെട്ടിച്ചു വിട്ട വീടല്ലേ? നീ ഇവിടെ വന്നിട്ട് എന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് എന്നെ നാണം കെടുത്തി. കഷ്ടമുണ്ട്. എടി, ജസ്റ്റ് ഫോർ ജോക്ക്. പിന്നെ നീ ഇവിടെ വന്നിട്ട് പൊട്ടത്തരം വല്ലതും കാണിച്ചോ? കുറച്ച്. ആ, തോന്നി. നിന്നോട് അമ്മ പറഞ്ഞിട്ടില്ലേ എന്തെങ്കിലും അറിയത്തില്ലെങ്കിൽ അറിയാത്ത കാര്യം ചോദിച്ചിട്ട് ചെയ്യണം, വിഡിത്തമൊന്നും കാണിക്കരുതെന്ന്? എടി, പക്ഷെ ഇപ്പൊ ഞാൻ ഓക്കെ ആയി. ഇപ്പൊ എനിക്ക് എല്ലാം പഠിച്ചു. നല്ല ഹസ്ബൻഡും ഒരു പാവ അമ്മായിയമ്മ ആയതുകൊണ്ട് നീ രക്ഷപ്പെട്ടു. അമ്മയും ചേട്ടനും മാത്രമല്ല, ചേട്ടന്റെ പെങ്ങളുണ്ട്. പെങ്ങള് ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നു. അയ്യോ എന്റെ ദൈവമേ, നാത്തൂന്റെ വയറിളക്കി വിട്ടോ നീ? ഇല്ല, പോടി അവിടുന്ന്. നല്ല ചേച്ചിയെന്ന് പറയുമായിരുന്നു. എന്തൊരു സ്നേഹമാണെന്നറിയാം എന്റെ അടുത്ത്. ഓ, ഞാനങ്ങ് പേടിച്ചു പോയടി.
ഇളയ മോളുടെ കാര്യം ഓർത്തിട്ട് എനിക്ക് ഒരു പേടിയും ഇല്ല. അവക്ക് പിന്നെ അത്യാവശ്യം പക്വതയും ഒക്കെ ഉണ്ട്. മൂത്തവളുടെ കാര്യം ഓർത്തിട്ടായിരുന്നു എനിക്ക് എപ്പോഴും ഒരു പേടിയായി. ഇതുവരെ കോളേജിൽ നിന്നോ സ്കൂളിൽ നിന്നോ ഒന്നും ഒരു ടൂർ പോലും ഞാൻ വിട്ടിട്ടില്ല. എനിക്ക് പേടിയാ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഒരു പക്വതയില്ലെന്നേ. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞ ഒട്ട് പ്രതികരിക്കുകയോ ഇല്ല, ഇങ്ങനെ കരഞ്ഞോണ്ട് നിൽക്കുകയുള്ളൂ. അതുകൊണ്ടിട്ട് അവളുടെ കാര്യം ഓർക്കുമ്പോൾ എനിക്ക് എപ്പോഴും കല്യാണമൊക്കെ ആയപ്പോഴത്തേക്കുവേ ആകെ ഒരു ടെൻഷനായിരുന്നു, എന്താവും കെട്ടിച്ച് വിട്ടാലെന്നൊക്കെ ഓർത്തിട്ട്. മൂത്ത മോളെ എന്റെ കയ്യിൽ ഏൽപ്പിച്ചല്ലോ. ഇനിയിപ്പോ അവൾ എന്റെ കൂടെ മോളല്ലേ, ഞാൻ നോക്കിക്കോളാം അവളെ, ഒരു കുഴപ്പവും ഇല്ല കേട്ടോ. മോനെങ്ങനെയാ മോളോട്? കുഴപ്പമൊന്നും ഇല്ലല്ലോ അല്ലേ? എന്റെ ബിന്ദു, നീ ഇങ്ങനെ കിടന്ന് ആദ്യ പിടിക്കാതെ. അവര് തമ്മിൽ ഒരു പ്രശ്നമില്ല, നല്ല സ്നേഹത്തിലാന്നേ. അല്ല, എന്തെങ്കിലും പൊട്ടത്തരങ്ങാനും കാണിച്ചോ? എനിക്ക് പേടിയായിരുന്നു. ഒരു പൊട്ടത്തരവും കാണിച്ചിട്ടില്ല. ബിന്ദു വെറുതെ ഇനി ഒന്നും ഓർത്ത് ആദ്യ പിടിക്കണ്ട. ഇനി അവളുടെ എല്ലാ കാര്യങ്ങളും എനിക്ക് വിട്ടേക്ക് കേട്ടോ. ആ, ബാ കഴിക്കാൻ. എങ്കിൽ പിന്നെ പോട്ടെ കേട്ടോ. പിള്ളേര് രണ്ടുപേരും അങ്ങോട്ട് നടന്നു. ദേ ഇടയ്ക്കൊക്കെ ഇനി ഇങ്ങോട്ട് വരണം കേട്ടോ. ഉറപ്പായിട്ടും വരാൻ ചേച്ചി. ഇവിടെ വന്നിട്ട് ചേച്ചിയോട് സംസാരിച്ചു കഴിഞ്ഞപ്പോഴാ എനിക്ക് സമാധാനമായത്. ഇനി സമാധാനമായിട്ടൊന്ന് കിടന്ന് ഉറങ്ങാം. ചേച്ചി, അയ്യോ, ഇത് ശ്രീതുമോളുടെ അമ്മയല്ലേ? അമ്മ ഈ കല്യാണത്തിന് പിന്നെ കണ്ടിട്ടില്ലല്ലോ. ആ, അതെ അതെ അതെ. ആ ബിന്ദു, ഇത് അയ്യോ ഞാൻ പറയാം. എന്റെ പേരേ മിൻമിനി. ചേച്ചി എപ്പോഴും എന്റെ പേര് തെറ്റിച്ചേ പറയുള്ളൂ. വിളിക്കാൻ ഭയങ്കര പാടാണ്. നല്ല ഒന്നാം തരം പേരല്ലേ? ആ, നല്ല പേരാ നല്ല പേരാ. ഇവിടെ അടുത്താണോ വീട്? ആ, ഇവിടെ കുറച്ചപ്പുറത്താ. ശ്രീതു ഞാനിപ്പോ ഭയങ്കര കൂട്ടാ കേട്ടോ. അതെയോ? ആ, ശ്രീതുമോളുടെ അനിയത്തിയും വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പൊ രണ്ടുപേരും ഇതേ റോഡിലേക്ക് നടന്നു. അവളെ കടിഞ്ഞൂരിപ്പൊട്ടിന്ന് വിളിക്കാറുണ്ടോ? അങ്ങനെയൊന്നുമില്ല. എന്തെങ്കിലുമൊക്കെ കാണിക്കുമ്പോ ദേഷ്യം വരുമ്പോ ചുമ്മാ വിളിക്കുന്നതാ. അയ്യോ എന്റെ ദൈവമേ, കല്യാണം കഴിഞ്ഞ് വന്ന ആ ആഴ്ച മൊത്തവും പൊട്ടത്തരങ്ങളായിരുന്നേ. അയ്യോ അങ്ങനെയൊന്നും ഇല്ല എന്റെ ബിന്ദു. അങ്ങനെ വലുതായിട്ടൊന്നും ഇല്ല കേട്ടോ. ചെറുതായിട്ട് അരി ഒന്ന് സോഫിട്ട് കഴുകി. പിന്നെ കുടുംബശ്രീയുടെ മീറ്റിംഗ് ഇവിടെയായിരുന്നു. 10-22 പെണ്ണുങ്ങൾ ഉണ്ടായിരുന്നു. അപ്പൊ മോളെ ചായ ഉണ്ടാക്കിയത്. ചായക്കകത്ത് നല്ല അന്തസ്സായിട്ട് പഞ്ചസാരയ്ക്ക് വരെ ഉപ്പങ്ങ് ഇട്ടു. എല്ലാരും വായിലേക്ക് വെച്ചിട്ട് ഒരുപോലെ ഒരു തുപ്പായിരുന്നു പുറത്തോട്ട്. ഒന്നും പറയണ്ട. പിന്നെ കുക്കർ. എന്റെ പൊന്നു മിൻമിനി, നീ ഒന്നും മിണ്ടാതിരിക്കേ. ഇത് ബിന്ദു വെറുതെ ടെൻഷൻ അടിക്കും. അല്ലെങ്കിൽ തന്നെ ടെൻഷനാ. എന്നെ എല്ലാരും കുറ്റം പറയുള്ളൂ. ഞാൻ മകളെ ഒന്നും പഠിപ്പിച്ചില്ലെന്ന് അവരൊക്കെ വിചാരിക്കുന്നുണ്ടാവും. എന്നാലും ചേച്ചി എന്റെ മോള് കാരണം അവരുടെയൊക്കെ മുന്നിൽ നാണം കെട്ടല്ലേ. ഏതും പോരാത്ത കുടുംബശ്രീയിലെ ആൾക്കാരല്ലേ. എന്റെ പൊന്നു ബിന്ദു, എനിക്ക് ഒരു നാണക്കേടും ഇല്ല. അയ്യോ, അവളുമാരുടെ സ്വഭാവം വെച്ചിട്ടേ വിമ്മു അലക്കി കൊടുക്കേണ്ടതാ. എന്റെ മരുമോൾ അറിയാണ്ട് ഇച്ചിരി ഉപ്പിട്ട് പോയതല്ലേ ഉള്ളൂ. ഒരു കുഴപ്പമില്ല, എനിക്ക് ഒരു നാണക്കേടും ഇല്ല കേട്ടോ. എനിക്ക് സമാധാനം സന്തോഷമായി ചേച്ചി. എല്ലാ അമ്മമാരും ആഗ്രഹിക്കുന്നത് പെമ്മക്കൾ ഇതുപോലൊരു കുടുംബത്തിലേക്ക് വരണം എന്നാ. ഇതുപോലൊരു അമ്മേനെ അമ്മായിയമ്മയായിട്ട് കിട്ടണമെന്നാ എല്ലാ പെമ്മക്കളുടെ അമ്മമാരുടെ ഒരു ആഗ്രഹം. എന്തായാലും ആ കാര്യത്തിൽ എന്റെ മോള് ഭാഗ്യവതിയാ. എന്തിനാ സന്തോഷമായത്? ചായക്കകത്ത് ഉപ്പിട്ടവരാണോ? അയ്യോ, ഞാൻ അതല്ല ഉദ്ദേശിച്ചത്. എന്നെ കഴിഞ്ഞ് നല്ലൊരു അമ്മേനെയാണല്ലോ അവക്ക് അമ്മായിയമ്മയായിട്ട് കിട്ടിയത്. അതാ ഞാൻ പറഞ്ഞത്. മിൻമിനി, എന്റെ പൊന്ന് ശ്രീതുമോളുടെ അമ്മയെ ഞാനും തമാശിച്ചതാണേ. ഒരു കുഴപ്പമില്ല. ഞങ്ങൾക്ക് എല്ലാം ഭയങ്കര ഇഷ്ടമാണ് മോളെ. എന്നാ പിന്നെ ഞാനങ്ങ് പോകുവാ. പേര് മിൻമിനി. മിൻമിനി. ആ, മിൻമിനി. പോട്ടെ ചേച്ചി.